وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. الإمام أبو بكر بن أبي داود رحمه الله അദ്ദേഹത്തിൻ്റെ ഹായിയ ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. നോക്കൂ, ഇതിലെ 15-ാമത്തെ ഭാഗം ബൈത്ത് മുതലാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. വഖുൽ ഇന്ന ഖൈറ الناس بعد محمد صلى الله عليه وسلم وزيراه قدما ثم عثمان الأرجح ورابعهم خير البرية بعدهم علي حليف الخير بالخير منجح وإنهم والرهط لا ريب فيهم على نجب الفردوس في الخلد تسرح سعيد وسعد وابن عوف وطلحة وعامر فهر والزبير الممدح وقل خير قول في الصحابة كلهم ولا تك طعانا تعيب وتجرح فقد نطق الوحي المبين بفضلهم وفي الفتح آي في الصحابة تمدح. ഈ വായിച്ച വരികൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ചുള്ള അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം വിവരിക്കുന്ന വരികളാണ്. വഖുൽ, നീ പറയുക, ഇന്ന ഖൈറ നാസി ബഅദ മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും ഖൈറായ നന്മ നിറഞ്ഞ ആളുകൾ വസീറാഹു, നബിയുടെ 2 വസീറുകളാണ്, അഥവാ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ. ഖിദ്മൻ, വളരെ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ. ثم عثمان الأرجح, അതിനുശേഷം ഉസ്മാനാണ് റളിയല്ലാഹു അൻ. അതിനുശേഷം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഉസ്മാനാണ്. വറാബിഉഹും ഖൈറുൽ ബരിയത്തി ബഅദഹും, വറാബിഉഹും അവരിൽ 4-ാമൻ ഖൈറുൽ ബരിയത്തി ബഅദഹും, അവർക്ക് ശേഷം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ അലിയാണ് റളിയല്ലാഹു അൻ. ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു, ഹലീഫുൽ ഖൈർ, ഖൈറിൻ്റെ ഹലീഫായ, ഹലീഫ് എന്നാൽ ഒന്നിനോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന അടുത്ത ബന്ധമുള്ള ആൾ. ബിൽ ഖൈരി മുൻജിഹു, ഖൈറുമായി വിജയിച്ച അലിയാണ് 4-ാമൻ. വഇന്നഹുമു വറഹ്തു ലാ റൈബ ഫീഹിമു, അവർ, ആ സംഘം, ലാ റൈബ ഫീഹിമു, അവരുടെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അലാ നുജുബിൽ ഫിർദൗസി ഫിൽ ഖുൽദി തസ്റഹു, അലാ നുജുബിൽ ഫിർദൗസ്, അവർ സ്വർഗത്തിൽ ഫിർദൗസിൽ ഉന്നത സ്ഥാനങ്ങളിലാണ്. ഫിൽ ഖുൽദി, ശാശ്വതമായ സ്വർഗത്തിൽ, തസ്റഹു, അവരവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സഈദുൻ വസഅദുൻ വബ്നു ഔഫിൻ വതൽഹതു വആമിറു ഫിഹ്റിൻ വസ്സുബൈറുൽ മുമദ്ദഹു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ബാക്കി സഹാബിമാരുടെ പേരുകളാണിത്. സഈദുൻ വസഅദുൻ വബ്നു ഔഫിൻ വതൽഹതു വആമിറു ഫിഹ്റിൻ. ഇൻഷാ അല്ലാഹ് ആ പേരുകൾ നമ്മൾ വിശദീകരിക്കും. വസ്സുബൈറു അൽ മുമദ്ദഹു, ഏറെ പ്രശംസകൾ പറയപ്പെട്ട ഈ സഹാബിമാർ. വഖുൽ ഖൈറു ഖൗലിൻ ഫി സഹാബത്തി കുല്ലിഹിം, നീ സഹാബിമാരെ കുറിച്ച് ഏറ്റവും നല്ല വാക്ക് മാത്രം പറയുക. വലാ തകു തആനൻ തഈബു വതജ്റഹു, വലാ തകു തആനൻ, നീ അവരെ കുറ്റം പറയുന്നവനാകരുത്. തഈബു വതജ്റഹു, അവരുടെ ന്യൂനതകൾ പറയുന്ന, വതജ്റഹു, അവരെ ജർഹ് ചെയ്യുന്ന, അവരെ മോശക്കാരാക്കുന്ന, അങ്ങനെയുള്ളവനാകരുത് നീ. ഫഖദ് നതഖൽ വഹ്യുൽ മുബീനു ബിഫദ്ലിഹിം,
ഫഖദ് നതഖ അൽ വഹ്യുൽ മുബീൻ, വ്യക്തമായ വഹി സംസാരിച്ചിരിക്കുന്നു, ബിഫദ്ലിഹിം, അവരുടെ ശ്രേഷ്ഠതയെക്കുറിച്ച്. വഫിൽ ഫത്ഹി ആയുൻ, സൂറത്തുൽ ഫത്ഹിൽ ആയത്തുകളുണ്ട്. ഫി സഹാബത്തി തംജഹു, സഹാബത്തിനെ പ്രശംസിക്കുന്ന ആയത്തുകൾ. നോക്കൂ, അഹ്ലുസുന്നത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെക്കുറിച്ചുള്ള വിശ്വാസമാണ് ഇവിടെ ചുരുക്കി പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഖീദയിൽ സഹാബിമാരെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ഈ ഇമാം ഇങ്ങനെ എടുത്തു പറഞ്ഞത്? കാരണം അഹ്ലുസുന്നത്തും അവരല്ലാത്തവരും വേർതിരിയുന്ന സുപ്രധാനമായ വിഷയങ്ങളിലൊന്നാണ് സഹാബത്തിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം. സഹാബിമാരെ ഒരുവൻ മോശക്കാരായി കാണുകയോ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ അല്ല, ഒരു മുനവച്ചെങ്കിലും ഒരു വ്യംഗ്യമായെങ്കിലും സഹാബിമാരെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ ദലാലത്തിലാണ്, അവൻ വഴികേടിലാണ്, അവൻ പിഴച്ച മാർഗത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ സ്ഥാനം മനസ്സിലാക്കുകയും അത് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്ന. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തിൻ്റെ സഹാബത്തിനെ കുറിച്ചുള്ള അഖീദ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ 10 കാര്യങ്ങൾ പഠിച്ചാൽ മതിയാകും. 10 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സഹാബത്തിനെ കുറിച്ച് അഹ്ലുസുന്നത്തിൻ്റെ നിലപാടെന്താണ് എന്നത്, അതിൻ്റെ ഒരു ചുരുക്കം, അതിൻ്റെ ഒരു ആകത്തുക നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമത്തെ കാര്യം, സഹാബിമാരെ സ്നേഹിക്കുക എന്നതാണ്. ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വലില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി. നമ്മൾ മനസ്സിലാക്കണം, അവരോടുള്ള സ്നേഹം അത് ഇബാദത്താണ്. അവരോടുള്ള സ്നേഹം ഇബാദത്താണ്. അള്ളാഹുവിങ്കിൽ വലിയ പ്രതിഫലം നേടിത്തരുന്ന കാര്യമാണെന്ത്? സഹാബത്തിനെ സ്നേഹിക്കുക എന്ന കാര്യം. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. ശുദ്ധമായ ഹൃദയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര എളുപ്പമുള്ള കാര്യമാണ് ആ നന്മ നിറഞ്ഞ, നന്മയുടെ നിറകുടങ്ങളായ സഹാബിമാരെ സ്നേഹിക്കുക എന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ, മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഹുബ്ബുഹും ദീനുൻ, അവരെ സ്നേഹിക്കുക ദീനാണ്. വ ബുഗ്ദുഹും കുഫ്റുൻ വ നിഫാഖുൻ, അവരെ വെറുക്കുക എന്നത് കുഫറും നിഫാഖുമാണ്. അവരെ സ്നേഹിക്കുക ദീനാണ്, അവരെ വെറുക്കുക കുഫറും നിഫാഖുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യകർത്താവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ അദത്ത ലിദാലിക്, അതിനുവേണ്ടി നീ എന്തേ ഒരുക്കി വെച്ചു? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാ അദത്തു ലഹാ മിൻ കസീരി സലാത്തിൻ വലാ സിയാമിൻ വലാ സദഖ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അതിനു വേണ്ടി കുറേ നിസ്കാരമോ കുറേ നോമ്പോ കുറേ സദഖയോ ഒന്നും ഒരുക്കി വച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇബാദത്തുകളിൽ, സുന്നത്തായ ഇബാദത്തുകളിൽ കുറേ മുന്നേറിയ ആളൊന്നുമല്ല ഞാൻ. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്, എന്നാൽ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഫഇന്നക മഅമൻ അഹ്ബബ്ത്, നീ ആരെ സ്നേഹിക്കുന്നോ നീ അവരുടെ കൂടെ ആയിരിക്കും. ഇത് കേട്ട മഹാനായ സഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഫമാ ഫരിഹ്നാ ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅമൻ അഹ്ബബ്ത്.
ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാം കൊണ്ടുള്ള സന്തോഷം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഉണ്ടായത്ര സന്തോഷം ഒരിക്കലും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. എന്താണ് ആ വാക്ക്? ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നോ നീ അവരുടെ കൂടെ ആയിരിക്കും. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഅബൂബക്കർ വഉമർ ഫഅർജു അൻ അകൂന മഅഹും വഇൻ ലം അഅമൽ ബിഅഅമാലിഹിം. കാരണം ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നു റളിയല്ലാഹു അൻഹുമ ഫഅർജു അൻ അകൂന മഅഹും. ആ സ്നേഹം മുഖേന ഞാൻ അവരുടെ കൂടെ ആയിത്തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഇൻ ലം അഅമൽ ബിഅഅമാലിഹിം, അവരുടെ അത്ര പ്രവർത്തനം, അവരെ പോലുള്ള പ്രവർത്തനം ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് സ്നേഹിക്കുക. നമുക്ക് സാധിക്കുന്നത് എന്താണ്? സ്നേഹിക്കുക, സഹാബത്തിനെ സ്നേഹിക്കുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. നമുക്ക് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാവുന്ന ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, ഈമാനിൻ്റെ അടയാളം അൻസാറുകളോടുള്ള സ്നേഹമാണ്. വആയത്തുൻ നിഫാഖി, നിഫാഖിൻ്റെ അടയാളം ബുഗ്ദുൽ അൻസാർ, അൻസാറുകളോടുള്ള വെറുപ്പാണ്. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠർ? മുഹാജിറുകളാണോ അല്ല അൻസാറുകളാണോ? മുഹാജിറുകളാണ്. എന്തുകൊണ്ട്? അവർക്ക് ഹിജറയുമുണ്ട് നുസ്രയുമുണ്ട്. അവർ ഹിജറ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ അൻസാറുകൾക്കുള്ള നുസ്ര, ഇതിനെ സഹായിക്കുക എന്നതും ആരിലുണ്ട്? മുഹാജിറുകളിലുണ്ട്. ഖുർആനിൽ അള്ളാഹു മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞ സൂറത്തുൽ ഹശർ ആയത്തിൽ നമുക്കത് കാണാം. ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, ദരിദ്രരായ മുഹാജിറുകൾക്കുള്ളതാണ് ഫൈ എന്ന യുദ്ധാർജിത സ്വത്തിലെ ഒരു ഇനം. അള്ളാഹു അവരെ കുറിച്ച് പറയുന്നു, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്. അവർ അള്ളാഹുവിൻ്റെ ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി അവരുടെ വീടുകളിൽ നിന്ന് സമ്പത്തിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടവരാണ്. വയൻസുറൂൻ അല്ലാഹ വറസൂലഹു, അവർ അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കുന്നവരാണ്. അപ്പോൾ ഹിജറയുമുണ്ട്, അവർക്ക് നുസ്രയുമുണ്ട്. മുഹാജിറുകളാണ് ശ്രേഷ്ഠർ, കൂടുതൽ ശ്രേഷ്ഠർ. അൻസാറുകളോട് ഒരുവൻ സ്നേഹം വെച്ചാൽ അത് ഈമാനിൻ്റെ അടയാളമാണ്. അവരെ വെറുത്താൽ അത് നിഫാഖിൻ്റെ അടയാളമാണ്. എങ്കിൽ മുഹാജിറുകളുടെ കാര്യം എന്തായിരിക്കും? ചുരുക്കി പറഞ്ഞാൽ സഹാബത്തിനെ സ്നേഹിക്കുക അത് ഈമാനാണ്, അവരെ വെറുക്കുക അത് നിഫാഖിൻ്റെ അടയാളമാണ്. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്, ഇമാമു ദാരിൽ ഹിജ്റ, അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന സലഫു യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബീ ബക്കർ വഉമർ കമാ യുഅല്ലിമൂന സൂറത മിനൽ ഖുർആൻ. കാന സലഫ്, മുൻഗാമികൾ. ആരാണ് പറയുന്നത്? ഇമാം മാലിക്കാണ് പറയുന്നത്. ആര്? മുൻഗാമികൾ എന്ന്. ഇമാം മാലിക് സുബ്ഹാനല്ലാഹ് വളരെ മുൻഗാമിയാണ്. ഇമാം മാലിക്കിനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ രണ്ട് ആളുകൾ മാത്രമുള്ള ഹദീസുകൾ ഇമാം മാലിക് എത്രയോ റിവായത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മാലിക്കിനും ഇടയിൽ എത്ര ആളുകൾ? രണ്ട് ആളുകൾ. ഹദീസിൻ്റെ കിതാബുകൾ നമുക്ക് ധാരാളമായി കാണാം. അൻ മാലിക്കിൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ മാലിക്കിൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക്കിൻ്റെ ഉസ്താദാണ് ആര്? നാഫിഅ ഇബ്നു അബ്ബാസ് എന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയാണ്. അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു നാഫിഅ. ഇബ്നു ഉമറിൽ നിന്ന് ഹദീസുകൾ ധാരാളമായി ഉദ്ധരിച്ചിട്ടുള്ള രണ്ടുപേരാണ്. ഒന്ന് സാലിം, ഒന്ന് നാഫിഅ. സാലിം മകനാണ്, നാഫിഅ അദ്ദേഹത്തിൻ്റെ മൗലയാണ്, അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു. ഇബ്നു ഉമറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇമാം മാലിക്കിനും ഇടയിൽ ഇത്ര ആളുകൾ? രണ്ടാൾ. ഒന്ന് താബിഇയാണ്, ഒന്ന് സഹാബിയാണ്. ആ ഇമാം മാലിക് പറയാണ്, കാന സലഫു, മുൻഗാമികൾ, അവർ കുട്ടികളെ, അവരുടെ മക്കളെ
ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിരുന്നു. എന്ത്? ഹുബ്ബ അബീബക്കറിൻ ഉമർ, അബൂബക്കറിനോടും ഉമറിനോടുമുള്ള റളിയല്ലാഹു അൻഹുമ സ്നേഹം. കാരണം ഇത് ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ്. നിങ്ങൾ റാഫിദികളെ നോക്കൂ, ഷിയാക്കളെ നോക്കൂ, അവരുടെ ദീനിൽ നിനക്ക് മെമ്പർഷിപ്പ് കിട്ടണോ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും പേരിൽ ലഅനത്ത് ചൊല്ലണം, അവരുടെ പേരിൽ ശാപപ്രാർത്ഥന നടത്തുക, എന്നാലാണ് ഒരുത്തൻ റാഫിദിയാവുക. ഇന്നും ചാനലുകളിൽ സോഷ്യൽ മീഡിയയിൽ ലൈവായി അവരുടെ ദീനിലേക്ക് ആളെ ചേർക്കുന്ന അവരുടെ നേതാക്കന്മാരുണ്ട്. എന്താണ് ചൊല്ലിക്കൊടുക്കുക? അബൂബക്കറിനും ഉമറിനും മേൽ ലഅനത്ത് ചൊല്ലുക, ശാപപ്രാർത്ഥന. അത് ഇബാദത്തായി കാണുന്ന ഒരു വിഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമും ഈ ഖൗമുമായി എന്തു ബന്ധമാണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. സഹാബത്ത് പറയുന്നത് കാണാം, അലി ബിൻ അബി താലിബിനെ പോലുള്ള സഹാബത്ത് പറയുന്നത് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അന വ അബൂബക്കർ വ ഉമർ, അന വ അബൂബക്കർ വ ഉമർ, അന വ അബൂബക്കർ വ ഉമർ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ എപ്പോഴും ആവർത്തിച്ചു വരുന്ന വാക്കാണ് എന്ത്? ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയങ്കരരായ കൂട്ടുകാർ, നബിയുടെ സഹാബ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദുനിയാവിൽ നബിയുടെ കൂട്ടുകാരായി കൂടെ ഉണ്ടായിരുന്നവർ. ഖബറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ്, ബർസഖിലും അവർ നബിയുടെ കൂടെയാണ്. ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ ഒരാൾ ഖബറടക്കപ്പെടുക, ഒരാളുടെ ഖബറുണ്ടാവുക, അയാളെ ഏത് മണ്ണിൽ നിന്നാണോ അള്ളാഹു പടച്ചത് ആ മണ്ണിലായിരിക്കുമെന്നാണ് ചില ഹദീസുകളിൽ കാണാം. അപ്പോൾ നോക്കൂ, അതുപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കറിനെയും ഉമറിനെയും അള്ളാഹു പടച്ചത് ഒരേ മണ്ണിൽ നിന്നാണ്. ബർസഖിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരാണവർ. യാതൊരു സംശയവുമില്ല, നാളെ പരലോകത്ത് സ്വർഗത്തിനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരാണവർ. അവരെ ശാപപ്രാർത്ഥന നടത്തുക, ലഅനത്ത് ചൊല്ലുക, അവരെ വെറുക്കുക എന്നവന് ഈ ദീനിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ സഹാബത്തിനെ സ്നേഹിക്കുക. ഫില്ലാഹ് വലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. ആ സ്നേഹം ഇബാദത്താണ്. മഹാന്മാരായ ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫളഹുല്ലാഹ്, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറയാറുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൽ എനിക്ക് വളരെ പ്രതീക്ഷയുള്ള അമലുകളിലൊന്നാണ് സഹാബത്തിനോടുള്ള എൻ്റെ സ്നേഹം എന്ന്. സുബ്ഹാനല്ലാഹ്. ചില ആളുകൾ, മുൻഗാമികൾ ഒക്കെ പറയാറുണ്ടായിരുന്ന വാക്ക്, എൻ്റെ അമലുകളിൽ എനിക്ക് പ്രതീക്ഷയുള്ള അമലാണിത്. അങ്ങനെ ഉണ്ടാകും ചില ആളുകൾക്ക്, അവർക്ക് ഏതാണ്ട് ഇഖ്ലാസോടെ ചെയ്തു എന്ന് ധാരണയുള്ള ചില അമലുകൾ മുസ്ലിമീങ്ങളിൽ ആർക്കും ഉണ്ടാകാം. അള്ളാഹുവിന് വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണത് എന്ന് ഒരാൾക്ക് ധാരണയുള്ള അമൽ, അതാണ് അള്ളാഹുവിൽ നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവുക, ആ അമൽ. പണ്ഡിതന്മാർ പറയുക, അള്ളാഹുവിൽ എനിക്ക് വലിയ പ്രതീക്ഷയുള്ള അമലാണെന്ത്? സഹാബത്തിനെ ഞാൻ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് സ്നേഹിക്കുക, അവരോട് മഹബത്ത് വെച്ച് പുലർത്തുക. ആ മഹബത്ത് മക്കളെ പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക. അത് മുൻഗാമികളുടെ വഴിയാണ്. സുബ്ഹാനല്ലാഹ്. ആ സ്നേഹം മാത്രം അള്ളാഹുവിൽ ഇബാദത്തായി രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര മഹത്തരമായ കാര്യമാണ്. കാരണം അവരെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അവരെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ്. റബ്ബിൻ്റെ മാർഗത്തിലെ സ്നേഹമാണത്. രണ്ടാമത്തെ കാര്യം, സഹാബത്തിൻ്റെ ശ്രേഷ്ഠതയിൽ, അവരുടെ പ്രത്യേകതയിൽ വിശ്വസിക്കുക. അവർ നീതിമാന്മാരാണ്, ഏറ്റവും സത്യസന്ധരാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല ഹൃദയങ്ങൾക്ക് ഉടമകളാണ്, ഏറ്റവും സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചവരാണ്. ഈ കാര്യങ്ങൾ വിശ്വസിക്കുക. സഹാബത്തിൻ്റെ ശ്രേഷ്ഠതയിൽ, അവരെല്ലാം നീതിമാന്മാരാണ് എന്നതിൽ, അവർ ഈ ഉമ്മത്തിൽ പൂർണ്ണത കൈവരിച്ചവരാണ് എന്നതിൽ, അവർ ഏറ്റവും സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചവരാണ് എന്ന കാര്യത്തിൽ വിശ്വസിക്കുക. നിങ്ങളറിയുമോ, ഹദീസിൻ്റെ റാവിമാർ, നമുക്കറിയാം ഇൽമുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ്, അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഒരു ഹദീസ് സ്വീകരിക്കണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഒരു ഹദീസ് സ്വീകരിക്കണോ, അതിൽ ഓരോ റാവിമാരെക്കുറിച്ചും ഓരോ റിപ്പോർട്ടറെക്കുറിച്ചും ധാരാളക്കണക്കിന് പഠനങ്ങളുണ്ടാകും.
അതിൽ ഓരോരുത്തർക്കും ജർഹും തഅദീലും ബാധകമാകും. അക്കാലത്തെ പണ്ഡിതന്മാർ അതുപോലെ പിൽക്കാലക്കാരായ ഈ വിഷയം പഠിച്ചിട്ടുള്ള ആളുകൾ അവരെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്താണ്? സത്യസന്ധരാണോ? എന്താണ് അവരുടെ സ്ഥിതി? ഈ വക കാര്യങ്ങൾ ബാധകമാണ്. ഇത് ഏത് ശ്രേണി വരെ മാത്രമാണ്? ഹദീസിൻ്റെ റാവിമാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, പല ശ്രേണികളുണ്ടാവുമല്ലോ. താബിഈങ്ങൾ വരെ മാത്രം. ഒരാൾ സഹാബിയാണെന്ന് സ്ഥിരപ്പെട്ടോ പിന്നെ ഒരാളുടെ ഒരു ഇമാമിൻ്റെയും ഒരാളുടെയും സർട്ടിഫിക്കറ്റോ തഅദീലോ അവർക്ക് ആവശ്യമില്ല. കാരണം എന്താണ്? അവരുടെ തഅദീൽ ആര് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ബൈത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, വഫിൽ ഫത്ഹി ആയുൻ, സൂറത്തുൽ ഫത്ഹിൽ ആയത്തുകളുണ്ട് ആരെക്കുറിച്ച്? സഹാബത്തിനെ പുകഴ്ത്തുന്ന ആയത്തുകൾ. അതിലൊരു ആയത്ത് എന്താണ്? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അല്ലാഹു ആ മുഅ്മിനീങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരത്തിൻ്റെ കീഴെ വെച്ച് അവർ നബിയെ താങ്കളോട് ബൈഅത്ത് ചെയ്ത അനുസരണ പ്രതിജ്ഞ നൽകിയ സന്ദർഭത്തിൽ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് എന്ത് എന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അള്ളാഹു പറയണം അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. ഇനി ഒരാളും അവരെക്കുറിച്ച് അവർ സത്യസന്ധരാണെന്നോ അവർ നീതിമാന്മാരാണെന്നോ പറയേണ്ട ആവശ്യമില്ല. സഹാബത്തു കുല്ലുഹും അദൂൽ, സഹാബത്ത് മുഴുവൻ നീതിമാന്മാരാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഹദീസിൻ്റെ പരമ്പരയിൽ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ആരാകട്ടെ, എത്ര വലിയ ആളാകട്ടെ, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നത് പരിഗണിക്കപ്പെടും. അതുപോലെ ഒരു താബിഈയാണ് എന്ന് സനദിലുണ്ട്, പക്ഷെ ആളുടെ പേരില്ല, ആളുടെ പേരറിയില്ല, റിപ്പോർട്ട് ചെയ്ത ആൾ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പൊതുവെ എന്ത് ചെയ്യുകയില്ല? ആ സനദ് സ്വീകരിക്കപ്പെടുകയില്ല, സനദിൽ പ്രശ്നമാണ്. അതേസമയം ഒരു താബിഈ അതുവരെയുള്ള സനദ് ശരിയാണ്, എന്നിട്ട് ഒരു താബിഈ പറയുകയാണ് എന്ത്? അർറജുലിൻ സഹിബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഒരാളിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് മതി, പേര് പോലും പറയേണ്ടതില്ല. സഹാബിയാണോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനാണോ അത് മതി. കാരണം ആ പ്രത്യേകത ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. സഹാബിയുടെ ശ്രേഷ്ഠതയുള്ള ഒരാൾ അന്ത്യനാൾ വരെ അവൻ എത്ര ഇബാദത്ത് ചെയ്താലും എത്ര നീതി അനുസരിച്ച് ജീവിച്ചാലും ഒരു സഹാബിയുടെ പദവിയിലേക്ക്, ഒരൊറ്റ സഹാബിയുടെ പദവിയിലേക്ക് എന്ത് ചെയ്യുകയില്ല? ഒരാൾ എത്തുകയില്ല. മനസ്സിലായില്ലേ? കാരണം എന്താണ്? അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ കണ്ണുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയെ കണ്ട കണ്ണുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ട കാതുകളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോരാടിയവരാണവർ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം അഹ്മദിനോട് ഒരാൾ ചോദിച്ചത്? ഇമാം അഹ്മദിനോട് ഒരാൾ ചോദിച്ചു, മുആവിയയാണോ ശ്രേഷ്ഠൻ അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ? ഇമാം അഹ്മദിനോട് ചോദിക്കാൻ ഒരാൾ, മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ശ്രേഷ്ഠൻ അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ? മുആവിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് മഹാനായ താബിഇയാണ്, ഖലീഫയായിരുന്നു അദ്ദേഹം. രണ്ടാം ഉമർ എന്ന് വരെ അറിയപ്പെട്ടിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബുമായി അദ്ദേഹത്തിന് കുടുംബബന്ധം വരെ ഉണ്ടായിരുന്നു. വളരെ നീതിക്കറിയപ്പെട്ട ഖലീഫയായിരുന്ന ആൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് താബിഇയാണ്. അങ്ങേറ്റത്തെ ശ്രേഷ്ഠത്തൊക്കെ അറിയപ്പെട്ടതാണ്. ഇമാം അഹ്മദിനോട് ഒരാൾ ചോദിച്ചു, മുആവിയാണോ ശ്രേഷ്ഠൻ അതല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ? ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം ദേഷ്യം പിടിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്ത യുദ്ധങ്ങളിലൊന്നിൽ മുആവിയയുടെ കുതിരയുടെ മൂക്കിൽ പറ്റിയ പൊടിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിനേക്കാൾ ശ്രേഷ്ഠം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കുക ആ വാക്ക്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അത്രയും ശ്രേഷ്ഠനാണ്. പക്ഷേ ഒരു ശ്രേഷ്ഠതയും ഒരു സഹാബിയുടെ ശ്രേഷ്ഠതയോളം വരികയില്ല. അത് അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. ഇനി അന്ത്യനാൾ വരെ ഒരാൾക്കും ആ പദവിയിൽ എത്തിപ്പെടുക സാധ്യം. അത് കഴിഞ്ഞുപോയി. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത്, ഇത് കഴിഞ്ഞുപോയൊരു ഉമ്മത്താണ്.
മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുക, അവരുടെ പ്രത്യേകത മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ സാക്ഷ്യപ്പെടുത്തിയതാണ് അവരുടെ പ്രത്യേകത. അള്ളാഹു പറഞ്ഞു സൂറത്തു തൗബയിലെ 100-ാമത്തെ ആയത്ത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അളീം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത്, വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ, അവരേറ്റവും കൃത്യമായി പിൻപറ്റിയവർ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദ്ദ ലഹും, അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു, ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, കീഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ, ഖാലിദീന ഫിഹ അബദ, അവരവിടെ ശാശ്വതരായിരിക്കും എന്നെന്നും. ദാലികൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും മഹത്തരമായ വിജയം. അവരുടെ ശ്രേഷ്ഠത മനസ്സിലായി. അവരുടെ ശ്രേഷ്ഠത നോക്കൂ, തൗറാത്തിലും ഇഞ്ചീലിലും വരെ വന്നിട്ടുണ്ട് എന്നാണ്. തൗറാത്തിലും ഇഞ്ചീലിലും ആരുടെ പ്രത്യേകത വന്നിട്ടുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ പ്രത്യേകത. കാരണം മുഹമ്മദ് നബിയുടെ സഹാബത്താണ് അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠർ അള്ളാഹുവിൻ്റെ നബിമാരാണ്. ആ നബിമാർ കഴിഞ്ഞാൽ ഒരു നബിയുടെയും സഹാബത്തല്ല ശ്രേഷ്ഠർ, മറിച്ച് ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, റാഫിദികൾ, സഹാബത്തിനെ ചീത്ത വിളിക്കുന്നവർ യഹൂദി നസ്രാനികളെക്കാൾ മോശക്കാരാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങളൊരു യഹൂദിയോട് പോയി ചോദിച്ചു നോക്കൂ, ഒരു ജൂതനോട് പോയി ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അവൻ പറയും മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന മൂസാ നബിയുടെ കൂട്ടുകാരാണ്. ഒരു നസ്രാനിയോട് പോയി ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അവൻ പറയും ഈസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരാണ്. ഒരു റാഫിദിയോട് പോയി ചോദിച്ചു നോക്കൂ, ഈ ഉമ്മത്തിൽ ഏറ്റവും മോശക്കാരാരാണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ പേര് പറയും. അത് ഈ അർത്ഥത്തിൽ റാഫിദികൾ യഹൂദി നസ്രാനികളെക്കാൾ പഴച്ചവരാണ് എന്ന് അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അള്ളാഹു തൗറാത്തിലും ഇഞ്ചീലും നബിയുടെ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഓതിയിട്ടില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. ഖുറാനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് അങ്ങനെയുള്ളത്. മുഹമ്മദ് എന്ന് ഖുറാനിൽ 4 സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരേ ഒരു സ്ഥലത്ത് സൂറത്തുൽ ഫത്ഹിലാണ്. സൂറത്തുൽ ഫത്ഹ് ഏത് പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സൂറത്താണ്? ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന. ഹുദൈബിയ സന്ധിയിൽ. ഹുദൈബിയ സന്ധിയിൽ മുശ്രിക്കുകൾ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതാൻ സമ്മതിച്ചില്ല. അള്ളാഹിൻ്റെ റസൂലാണെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ പിന്നെ ഈ തർക്കത്തിൻ്റെ തന്നെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എഴുതുക മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് കമാ കുൻത തക്തുബ്. മുമ്പ് എഴുതാറുണ്ടായിരുന്നത് പോലെ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് എന്ന് എഴുതിക്കോളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എഴുതിക്കോളൂ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്. മുഹമ്മദ് റസൂലുള്ളാഹ് വായിച്ചോളൂ. അലി ബിൻ അബി താലിബാണ് എഴുതുന്നത്. അലി പറഞ്ഞു, ഞാൻ വായിക്കൂല, എന്നെക്കൊണ്ട് വായിക്കാൻ കഴിയില്ല, റസൂലുള്ളാഹ് ഞാൻ വായിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരിനി മക്കാന, എങ്കിൽ അത് എഴുതിയ സ്ഥലം എനിക്ക് കാണിച്ചു തരും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിക്കാൻ അറിയില്ല. എഴുതിയ സ്ഥലം കാണിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് അത് വായിച്ചു എന്നാണ്. അവർ വായിച്ചത് അള്ളാഹു ഖുർആനിൽ കൊണ്ടുവന്നു. മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, ആ നബിയുടെ കൂടെയുള്ളവർ, അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും, അവർ കുഫാറുകളോട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. റുഹമാഉ ബൈനഹും, എന്നാൽ പരസ്പരം റഹ്മത്തുള്ളവരാണ്, കാരുണ്യമുള്ളവരാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനഹു സിമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ് ദാലിക മസലുഹും ഫി തൗറാഹ്. നോക്കൂ, അവർ അള്ളാഹുവിൻ്റെ റുക്കൂഉം സുജൂദും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രതിഫലവുമെല്ലാം ഔദാര്യവുമെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് സുജൂദിലും റുക്കൂഇലും കഴിയുന്നത് കാണാം. സിമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖങ്ങളിൽ സുജൂദിൻ്റെ അടയാളങ്ങളുണ്ട്. മുഖത്ത് സുജൂദിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് ഖുശൂ ആണ്, അതല്ലാതെ നെറ്റിയിലെ അടയാളം അല്ല. കാരണം നെറ്റിയിലെ അടയാളം അത് ആളുകളുടെ തൊലിയുടെ പ്രത്യേകതയാണ്. ചില ആളുകൾ അയാൾ 60 കൊല്ലം അള്ളാഹുക്ക് സുജൂദ് ചെയ്താലും ഒരടയാളവും നെറ്റിയിലുണ്ടാവുകയില്ല. ചില ആളുകൾ ഏതാനും നാളുകൾ സുജൂദ് ചെയ്താൽ നെറ്റിയിൽ അടയാളം വരും. അത് ആളുകളുടെ തൊലിയുടെ പ്രത്യേകതയാണ്. അതല്ല ഇവിടെ പറഞ്ഞ മുഖത്തെ സുജൂദിൻ്റെ അടയാളം, മറിച്ച് എന്താണ്? അത് ഖുശൂ ആണെന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അത് തൗറാത്തിൽ അവരുടെ അടയാളമാണ്.
വമസലുഹും ഫിൽ ഇൻജീൽ, ഇൻജീലിൽ അവരുടെ അടയാളം വന്നിട്ടുണ്ട്. കസറഇൻ അഖറജ ശത്അഹു ഫഅസറഹു ഫസ്തഗ്ലദ ഫസ്തവ അലാ സൂഖിഹി. അതൊരു ഒരു കൃഷിയിലൂടെ മുളച്ച ഒരു ചെടി പോലെയാണ്. അതിൻ്റെ വേര് കാണ്ഡം ആദ്യം പുറത്തേക്ക് വന്നു, പിന്നെ ശാഖകൾ വന്നു, അത് കൂടി അത് ശക്തി പ്രാപിച്ചു. യുഅ്ജിബു സുറാ, കർഷകനെ അത് അത്ഭുതപ്പെടുത്തും, അവൻ ആശ്ചര്യപ്പെടുത്തും, അവൻ അതിനോട് വലിയ ഇഷ്ടം തോന്നും. ലിയഗീള ബിഹിമുൽ കുഫാർ, കുഫാറുകളെ അത് മുഖേന ദേഷ്യം പിടിപ്പിക്കാൻ. ഈ ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട്, സഹാബത്തിനോട് വിരോധം വെച്ച് പുലർത്തുന്നവർ കാഫറുകളാണ്. അല്ലാഹു പറഞ്ഞു ലിയഗീള ബിഹിമുൽ കുഫാർ, കുഫാറുകളെ അവരെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാൻ. സഹാബത്തിനെ അവരുടെ വളർച്ച കാണുമ്പോൾ അവർക്ക് ഈർഷ്യ തോന്നുക, ഒരിക്കലും ഈമാനുള്ളവർക്ക് തോന്നുകയില്ല, മറിച്ച് കുഫാറുകൾക്കാണ് അത് തോന്നുക. വഅദ അല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും മഗ്ഫിറത വഅജ്റൻ അളീമ. അല്ലാഹു അവരിലെ ഈമാനും സാലിഹായ അമലും ഉള്ള ആളുകൾക്ക് അല്ലാഹു അതാ മഗ്ഫിറത്തു, അവൻ്റെ പക്കൽ നിന്നുള്ള വലിയ പ്രതിഫലവും വാഗ്ദാനം നൽകിയിരിക്കുന്നു. അവരുടെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ല, ആരാണ് ഈ ഹദീത്ത് കേൾക്കാത്ത? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി ثم الذين يلونهم ثم الذين يلونهم. ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖർനി, എൻ്റെ തലമുറയാണ്. ثم الذين يلونهم ثم الذين يلونهم, പിന്നെ അവർക്ക് തൊട്ടുടനെ വരുന്നവർ, പിന്നെ അവർക്ക് തൊട്ടുടനെ വരുന്നവർ. ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ സഹാബിമാരാണ്, ഏറ്റവും ശ്രേഷ്ഠർ സഹാബിമാരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർ. പിന്നെ താബിഈങ്ങളാണ്. താബിഈങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല, പക്ഷേ നബിയെ കണ്ട കണ്ണുകൾ അവർ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട കണ്ണുകളെ അവർ കണ്ടിട്ടുണ്ട്. പിന്നെ തബഉ താബിഈങ്ങളാണ്. അവർ സഹാബത്തിനെ കണ്ട ആ കണ്ണുകൾ അവർ കണ്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ശ്രേഷ്ഠതയുടെ മാനദണ്ഡം പോലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി ലാ തസുബ്ബു അസ്ഹാബി ഫവല്ലദി നഫ്സി ബിയദിഹി ലൗ അൻഫഖ അഹദുക്കും മിസ്ല ഉഹുദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എൻ്റെ സഹാബത്തിനെ ചീത്ത പറയരുത്, എൻ്റെ സഹാബത്തിനെ ചീത്ത പറയരുത്. നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും സഹാബത്ത് ചെലവഴിച്ച ഒരു മുദ്ദിൻ്റെ അത്ര വരികയില്ല, വല നസീഫ്, അതിൻ്റെ പകുതി വരികയില്ല. ഉഹുദ് കണ്ടവരായിരിക്കും ഇരിക്കുന്ന ആളുകൾ. ഉഹുദ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മലയല്ല, അതൊരു പർവ്വത ശൃംഖലയാണ്. ഉഹദിനോളം സ്വർണം ഒരാൾ ചെലവഴിച്ചു, സഹാബത്തല്ലാത്ത ആളുകൾ ഉഹദിനോളം സ്വർണം ചെലവഴിച്ചു. സഹാബിമാർ ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊത്ത മനുഷ്യൻ രണ്ട് കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് അതിൽ നിറച്ചാൽ അതൊരു മുദ്ദാണ്, ഒരു പ്രത്യേക അളവാണ്. പഴയ കാലത്ത് ഒരു ഒറ്റ മനുഷ്യൻ ഏതാണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഒരു മുദ്ദ് വരും. അത്ര സഹാബത്ത് ചെലവഴിച്ചതിനോളം വരികയില്ല എന്ത്, അല്ലാത്തവർ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ. സഹാബിമാരുടെ കാര്യത്തിൽ നബി എന്ത് പറഞ്ഞില്ല? സ്വർണം എന്ന് പറഞ്ഞില്ല, മറിച്ചൊരു മുദ്ദ് ചെലവഴിച്ചാൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അവരുടെ കയ്യിൽ കുറച്ച് കാരക്കയോ ബാർലിയോ അക്കാലത്ത് എന്താണ് അവർ ചെലവഴിച്ചത്? അതിനോളം വരികയില്ല. പിൽക്കാലക്കാർ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ പോലും. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കി, ഇതാണ് പറയുന്നത്. അവരുടെ ശ്രേഷ്ഠത ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ശ്രേഷ്ഠത ഇനിയൊരു സഹാബി വരികയില്ല. സഹാബത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അഹ്ലുസുന്ന സഹാബത്തിനെ കുറിച്ച് വിശ്വസിക്കുന്നു. അവരെല്ലാവരും ശ്രേഷ്ഠരാണ്. പക്ഷേ അവരിൽ ചിലർക്ക് ചിലരെക്കാൾ ശ്രേഷ്ഠത കൂടുതലുണ്ട്. അവരെല്ലാവരും ശ്രേഷ്ഠരാണ്, പക്ഷേ ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരാണ്. അതിൽ ആദ്യത്തെ പദവിയിലുള്ളത് 4 ഖലീഫമാരാണ്. 4 പേരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഷെയ്ഖാൻ, 2 ഷെയ്ഖുമാരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സയ്യിദ കുഹൂലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ കുഹൂലുകളുടെ നേതാക്കന്മാരാണ്. കഹ്ൽ എന്ന് പറയും, ഒരു മനുഷ്യന് 40 വയസ്സായാൽ അവന് കഹ്ലിലെത്തിയെന്ന് പറയും. 40 വയസ്സായാൽ അവരുടെ നേതാക്കന്മാരാണ് ആര്? അബൂബക്കർ ഉമർ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും എന്ന് പറഞ്ഞിട്ടുണ്ട്.
യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എല്ലാവരും ഒരേ പ്രായക്കാരാണല്ലോ, എല്ലാവരും 33 വയസ്സിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? ദുനിയാവിലെ അവരുടെ ജീവിതം അടിസ്ഥാനമാക്കിയിട്ടാണ്. ദുനിയാവിൽ അവർ ഈ പ്രായം ജീവിച്ചവരാണ്. അപ്പോൾ നോക്കൂ, സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠ ഈ 4 പേരിൽ ഏറ്റവും ശ്രേഷ്ഠർ 2 പേരാണ്, അബൂബക്കറും ഉമറും. അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അള്ളാഹു ഖുർആനിൽ നബിയുടെ സാഹിബ്, നബിയുടെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച സഹാബി. ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ആ ഗുഹയിൽ ഹിജറ പോകുന്ന സമയത്ത് 2 പേർ മാത്രം, ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരൻ അബൂബക്കറും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുകളിൽ ഗുഹയുടെ മുകൾ ഭാഗത്ത് കാണുകയാണ് ആളുകൾ പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബി അവരൊന്ന് കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. 2 പേരെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവരുടെ കൂടെ മൂന്നാമനായി ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇത്നൈനി ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നിങ്ങൾ ആ നബിയെ സഹായിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. കുഫാറുകൾ പുറത്താക്കിയ സന്ദർഭത്തിൽ 2 പേർ മാത്രം ആ ഗുഹയിലായിരിക്കെ തൻ്റെ കൂട്ടുകാരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ, ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മനോഹരമായൊരു പാഠം പറഞ്ഞു. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് അതിൻ്റെ മറുവശം എന്താണ്? മുഅ്മിനീങ്ങൾ അള്ളാഹു കൂടെയുണ്ട് എന്നതിനാൽ സന്തോഷിച്ചുകൊള്ളുക. ഖുർആൻ അള്ളാഹു പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് സന്തോഷിക്കുക അള്ളാഹുവിനെ കൊണ്ടുള്ള സന്തോഷം കഴിഞ്ഞു മാത്രം വരുന്നതാണ്. ഏറ്റവും വലിയ സന്തോഷം എന്താണ്? മുഅ്മിനിന് അള്ളാഹു കൂടെയുണ്ട് എന്ന സന്തോഷമാണ്. ദുഃഖിക്കരുത്. അള്ളാഹു ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കരുത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു സമാധാനം അവിടെ ഇറക്കി കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും രക്ഷപ്പെടുത്തി. അവർ കണ്ടില്ല, ജീവനോടെയോ അല്ല കൊലപ്പെടുത്തിയിട്ടോ കൊണ്ടുവന്നാൽ 100 ഒട്ടകങ്ങൾ പ്രതിഫലം, 100 1000 ഒട്ടകം പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖുറൈശികൾ. ജീവനോടെ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഇപ്പോൾ നോക്കൂ, സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് തർത്തീബ്: അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 6 പേർ. ഈ 10 പേർക്ക് എന്തു പറയും? അൽ അശറത്തു അൽ മുബശ്ശറൂന ബിൽ ജന്ന. മുബശ്ശിർ എന്നല്ല, മുബശ്ശർ. മുബശ്ശിർ എന്നാൽ സന്തോഷ വാർത്ത അറിയിച്ച ആളാണ്. മുബശ്ശർ എന്ന് പറഞ്ഞാലോ, ഷീനിന് ഫത്ത് കൊടുത്താൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾ. അൽ അശറത്തു അൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാർ. എന്താ ഈ 10 പേരുടെ പ്രത്യേകത? ഈ 10 പേരല്ലാത്ത വേറെ പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ബിലാൽ ഇബ്നു റബാഹ് മുഅദ്ദിനു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വറളിയല്ലാഹു അൻഹു, സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സഹാബിയാണ് ആര്? ബിലാൽ. ബിലാലിൻ്റെ കാലടി ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു, ശബ്ദം കൂടിപ്പോയി പ്രയാസപ്പെട്ട് വീട്ടിലിരുന്ന സഹാബിയില്ലേ, നബിയുടെ അരികിൽ ഒച്ചയിടരുത്, അമല് പൊളിഞ്ഞോ എന്ന ആയത്തിറങ്ങിയപ്പോൾ സാബിത്ത് ബിൻ ഖൈസിനെ പിന്നെ കാണാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചപ്പോൾ വീട്ടിൽ മുഖം താഴ്ത്തിയിരിക്കുകയാണ്. എൻ്റെ അമലൊക്കെ പൊളിഞ്ഞുപോയി. കാരണം ആ സഹാബി നല്ല ശബ്ദമുണ്ടായിരുന്ന സഹാബിയായിരുന്നു. അതുകൊണ്ട് ആ സഹാബി അറിയപ്പെടുന്നു ഖതീബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബ്, നബിയുടെ പ്രാസംഗികൻ. ഒരിക്കൽ മുസൈലിം അൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ നബിയുടെ കാലത്ത് തന്നെ അവൻ ഉണ്ടായിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് പിന്മാറാം, പക്ഷേ എന്തു വേണം? നിങ്ങൾക്ക് ശേഷം ഭരണം ഖലീഫ ഞാനായിരിക്കും. അവർ പറഞ്ഞു മുസൈലിമ അൽ കദ്ദാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആ സമയത്ത് ഒരു വടിയുണ്ടായിരുന്നു. നബി പറഞ്ഞു, ഇതാണ് നീ പകരം ചോദിക്കുന്നത് എങ്കിൽ പോലും നടക്കൂല, ഭരണം എടുക്കട്ടെ, ഈ വടി
പകരം തന്നാൽ നീ നിർത്താം എന്നാണ് പറയുന്നതെങ്കിൽ പോലും നടക്കുകയില്ല. സയുജീബുക സാബിത്ത് ബിൻ ഖൈസ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിനക്കുള്ള മറുപടി സാബിത്ത് ബിൻ ഖൈസ് തരും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞുപോയി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതീബായിരുന്നു ആര്? സാബിത്ത് ബിൻ ഖൈസ്. നല്ല ശബ്ദമുണ്ട്, ഉച്ചത്തിൽ നല്ല ശബ്ദമുണ്ടായിരുന്നു, ജഹൂരി സൗത്തായിരുന്നു സാബിത്ത് ബിൻ ഖൈസ്. അദ്ദേഹത്തിനെ കാണാൻ തീരെ ഭംഗിയില്ലായിരുന്നു, അദ്ദേഹം കാണാൻ തീരെ ശാരീരിക ഭംഗിയില്ലാത്ത സഹാബിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോടുള്ള അനിഷ്ട മുഖേന ഖുല ആവശ്യപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അഥവാ തലാഖ് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ സാബിത്തിനെ കുറിച്ച് എനിക്കൊരു പരാതിയും പറയാനില്ല, ഒരു പരാതി എനിക്ക് പറയാനില്ല. പക്ഷേ ഫഇന്നി അക്റഹുൽ കുഫ്ര ഫിൽ ഇസ്ലാം, പക്ഷേ ഞാൻ നന്ദികേട് കാണിച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കും. അവരുടെ മനസ്സിൽ എങ്ങനെയായിട്ടും ഭർത്താവിനോട് സ്നേഹം തോന്നുന്നില്ല. ഖൽബ് അല്ലാഹുവിൻ്റെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അവരെ കുറ്റപ്പെടുത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിച്ചു, സാബിത്ത് നിനക്ക് നൽകിയ വിവാഹത്തിന് നൽകിയ ഹദീഖ, തോട്ടം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. സാബിത്തിനോട് തലാഖ് ചെല്ലാൻ. ഖുല, സ്ത്രീ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഭർത്താവിനോട് തലാഖ് വാങ്ങുന്ന മസ്അല പഠിപ്പിക്കുമ്പോൾ അതിൽ അസ്ലായി പണ്ഡിതന്മാർ പറയുന്ന ഹദീസാണ്. അങ്ങനെയുള്ള സഹാബിയാണ് സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഏറ്റവും മനോഹരമായ ഹൃദയമാണ്, ഈമാൻ കൊണ്ട് നിറഞ്ഞ ഹൃദയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിലേക്ക് വരുന്നില്ല. ശബ്ദം, ഞാൻ നബിയേക്കാൾ ശബ്ദമുയർത്തി പോകുന്നു, നബിയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തിയാൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമല് പൊളിഞ്ഞു പോവില്ലേ എന്ന് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഈ വിവരവുമായി ആൾ വന്നു. സാബിത്ത് താൻ നരകത്തിലാണ് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, മറിച്ച് സാബിത്ത് മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരനാണ്. അപ്പോൾ ഈ വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് രണ്ടാമത് ആൾ സാബിത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പറഞ്ഞു വന്നത്, ഇങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വേറെയും സഹാബിമാരുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറഞ്ഞു, ഇതാ അള്ളാഹു ഖദീജക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു, സ്വർഗത്തിലൊരു ഭവനമുണ്ട് എന്ന്. ഒരു ബഹളമോ ഒരു കുഴപ്പമോ ഒന്നുമില്ലാത്ത മുത്തുകൊണ്ടുള്ളൊരു ഭവനം സ്വർഗത്തിലുണ്ട് എന്ന് ഖദീജക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഖദീജയുടെ സ്വർഗത്തിലെ വീട്ടിന് ആ ഹദീസിന് വന്ന പ്രത്യേകത എന്താണ്? അതിൽ ഒരു ബഹളമോ ചപ്പാടോ ഒന്നുമില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയെ വിശ്വസിപ്പിക്കാൻ ഒരു തരിമ്പ് പോലും ഒച്ചെടുക്കേണ്ടി വന്നിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഒരു ശബ്ദത്തിലൊരു വാക്ക് വിശ്വസിക്കാൻ വേണ്ടി, സാധാരണ ഭാര്യമാരോട് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു കാര്യം പറഞ്ഞ് സമ്മതിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ശബ്ദം രണ്ടാമതൊന്ന് ഉയർത്തേണ്ടി വന്നേക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരക്ഷരം ഒന്നുച്ചത്തിൽ ഖദീജയോട് പറയേണ്ടി വന്നിട്ടില്ല. എന്തിന്? വിശ്വസിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും യോജിച്ച പ്രതിഫലമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പല സഹാബിമാരുണ്ട്. പക്ഷേ ഈ 10 പേരുടെ പ്രത്യേകത എന്താണ്? ഈ 10 പേരുടെ പ്രത്യേകത ഒരൊറ്റ ഹദീസിനാണ് ഈ 10 പേരുടെ പേരും വന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന, ഇങ്ങനെയാണ് പറയുന്നത്. 10 പേരുടെ പേരും പറഞ്ഞിട്ട് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ബാക്കി 6 പേരുടെ പേര് പറഞ്ഞ് അവസാനം ഫിൽ ജന്ന എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം കിട്ടി? ഇവർക്ക് സ്വർഗത്തിലാണ് അർത്ഥം കിട്ടി. അങ്ങനെ പോലുമല്ല, ഓരോരുത്തരുടെ പേരും പറഞ്ഞ് ഫിൽ ജന്ന ഫിൽ ജന്ന ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുബ്തദഉ ഖബറും, അബൂബക്കറിൻ ഫിൽ ജന്ന, അറബി ഭാഷ പഠിച്ചവർക്ക് അറിയുണ്ടാവും. അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, ഇങ്ങനെ 10 പേരുടെ പേര് പറഞ്ഞ സഹാബിമാരാണ് ഇവർ. അതാണ് ഇവരുടെ പ്രത്യേകത. അവർ എന്തറിയപ്പെടുന്നു? അൽ അശറത്തു അൽ മുബശ്ശറൂന ബിൽ ജന്ന. അവരുടെ പേരുകളാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ് അവർ? 4 പേരുടെ പേര് ഞാൻ പറയേണ്ടതില്ല. അതുപോലെ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, الزبير بن العوام, عبد الرحمن بن عوف, سعد بن أبي وقاص, سعيد بن زيد, أبو عبيدة بن الجراح. ഇവരാണ് ബാക്കി 6 പേർ. ബാക്കി 6 പേർ ഈ പറഞ്ഞവരാണ്. സുബൈർ ബിൻ തൽഹത്ത് ബിൻ ഉബൈദില്ല, അതുപോലെ സുബൈർ ബിൻ അവ്വാം. സുബൈർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരി സഫിയയുടെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരി സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, അവർ സഹാബിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരിമാരിൽ ഇമാൻ സ്വീകരിച്ച സ്ത്രീയാണ് ആര്? സഫിയ ബിൻത്
അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, അവരുടെ മകനാണ് ആര്? ജുബൈർ ബിൻ അവ്വാം. അതുപോലെ സഅദ് ബിൻ അബി വക്കാസ്. സഅദ് ബിൻ അബി വക്കാസിൻ്റെ യഥാർത്ഥത്തിൽ പേര് സഅദ് ബിൻ മാലിക് എന്നാണ്. സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. പിന്നെയോ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ ആമിർ ബിൻ അബ്ദില്ല എന്നാണ്. അബൂ ഉബൈദ കുഞ്ഞത്താണല്ലോ. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, ജറാഹ് എന്നത് വിശേഷണമാണ്, അത് പേരല്ല. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ആമിർ ബിൻ അബ്ദില്ല, ആമിർ ബിൻ അബ്ദില്ല അൽ ഫിഹ്രി എന്നാണ്. പിന്നെ സയ്യിദ് ബിൻ സെയ്ദ്, സയ്യിദ് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവ് സെയ്ദാണ്. ജാഹിലിയത്തിലും ബിംബങ്ങളെയൊന്നും ആരാധിക്കാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കണ്ടുമുട്ടിയിട്ടില്ല. അങ്ങനെ ജീവിച്ചു മരിച്ച ആളായിരുന്നു സയ്യിദ് ബിൻ സെയ്ദിൻ്റെ പിതാവ്. അപ്പോൾ നോക്കൂ, ഈ 10 പേരാണ് സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ. അതുപോലെ ബദറിൽ പങ്കെടുത്ത സഹാബിമാർ, അവർ സഹാബത്തിൽ ശ്രേഷ്ഠരാണ്. ബദർ കഴിഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ബദറിൽ പങ്കെടുത്തവർ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, ഞങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്തവരാണ്. ആര്? മലക്കുകളിലും. മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബദറിൽ പങ്കെടുത്ത മലക്കുകളുണ്ട്. മലായിക്കത്തിൽ ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്തവരാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ ശ്രേഷ്ഠതയുള്ള സഹാബിമാരാണ് ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവർ. നബിയോട് മരണം വരെ നബിയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യും. കാരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ മക്കയിലേക്ക് പോയി. തിരിച്ചു ഉസ്മാൻ വരുന്നത് കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഖുറൈശികൾ ഉസ്മാനെ ബഹുമാനിച്ച് നല്ല നിലക്ക് വേണമെങ്കിൽ നിങ്ങൾ തവാഫ് ചെയ്തോളൂ എന്നൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാതെ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പുറത്ത് എന്ത് വാർത്ത വരുന്നു? ഉസ്മാൻ അവർ കൊലപ്പെടുത്തി. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് പകരം ചോദിക്കും എന്ന് പറഞ്ഞ് സഹാബത്തിനോട് കരാർ വാങ്ങി. ആ കരാറിൽ പങ്കെടുത്ത 1400 സഹാബിമാർ, ഒരു മരത്തിൻ്റെ ചൂട്, മരമാണ് പിന്നീട് ഉമർ മുറിച്ചു കളഞ്ഞു റളിയല്ലാഹു അൻഹു. ആളുകൾ അത് ഇബാദത്തിൻ്റെ സ്ഥലമാക്കുന്നത് കണ്ടപ്പോൾ 1400 സഹാബിമാർ, അവർ മുഴുവൻ പേരും സ്വർഗത്തിലാണ്. പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? സഹാബത്തിന് മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? അവർ സ്വർഗത്തിലാണ് എന്നാണ്. പക്ഷെ പേരെടുത്ത് പറയുക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് 3ാമത്തെ പാഠം. അതായത് സഹാബത്ത് അവർ എല്ലാവരും ശ്രേഷ്ഠരാണ്, എന്നാൽ അവരിൽ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ട് എന്ന പാഠം. 4ാമത്തേത്, നമ്മുടെ ബാധ്യത സഹാബികളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക, അവരുടെ നന്മകൾ പ്രചരിപ്പിക്കുക. ഇതാണ് നമ്മുടെ ബാധ്യത. മോശം പറയാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, അവരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും നല്ല ഹൃദയമായി അള്ളാഹു കണ്ടത് ആരുടെ ഹൃദയമാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ്. ഫസ്തഫാഹു ലിനഫ്സിഹി ഫബതഅതഹു ബിറിസാലതിഹി, അള്ളാഹു അവൻ്റെ റസൂലായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു, അവൻ്റെ റിസാലത്തുമായി അയച്ചു. സുമ്മ നദറ ഫീ ഖുലൂബിൽ ഇബാദ്, പിന്നീട് അള്ളാഹു അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, അവൻ്റെ അടിമകളുടെ ഹൃദയങ്ങളിൽ സഹാബത്തിൻ്റെ ഹൃദയങ്ങളാണ് അള്ളാഹു ഏറ്റവും നല്ല ഹൃദയങ്ങളായി കണ്ടത്. ഫജഅലഹും വസറാഅ നബിയ്യ്, അള്ളാഹു അവരെ അവൻ്റെ നബിയുടെ സഹായികളാക്കി നിശ്ചയിച്ചു. യുഖാതിലൂന അലാ ദീനിഹി, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പോരാടുന്നവരാക്കി തീർത്തു. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഫമാ റഅൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, ആ മുസ്ലിമീങ്ങൾ നന്മയായി കണ്ടതെന്തോ അതാണ് അള്ളാഹുവിങ്കൽ നന്മ. ഫമാ റഅയൂഹു സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യി, അവർ മോശമായി കണ്ടതാണ് അള്ളാഹുവിങ്കൽ മോശം. അത്രയും ശുദ്ധമായ ഹൃദയമുള്ളവരാണവർ. അവരുടെ ഹൃദയം അള്ളാഹുവിൻ്റെ മുറാദിനോട്, അവരുദ്ദേശിക്കുന്നതിനോട് യോജിച്ച ഹൃദയങ്ങളാണ്. 5ാമത്തെ കാര്യം, സഹാബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും തർദിയത്ത് ചൊല്ലുകയും ചെയ്യുക. എന്താണ് തർദിയ? റളിയല്ലാഹു അൻഹു, സഹാബിയുടെ പേര് കേട്ടാൽ എന്ത് പറയുക? റളിയല്ലാഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെടുത്തുക, അത് അവർക്ക് വേണ്ടിയുള്ള ദുആ. നോക്കൂ, ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ അടുത്തടുത്ത 3 ആയത്തുകൾ, 8, 9, 10 ഈ ആയത്തുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സൂറത്തുൽ ഹശ്റിലെ 3 ആയത്തുകൾ, ഒന്ന് മുഹാജിറുകളെക്കുറിച്ച്, രണ്ടാമത്തേത് അൻസാറുകളെക്കുറിച്ച്. മുഹാജിറുകളെക്കുറിച്ചുള്ള ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അൻസാറുകളെക്കുറിച്ചുള്ള ആയത്താണ് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, മുഹാജിറുകൾ വരുന്നതിന് മുൻപേ ഈമാനും വീടുകളും ഒക്കെ ഒരുക്കി നിർത്തിയവർ.
യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ ചെയ്തു വന്നവരെ അവർ സ്നേഹിക്കുന്നു. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർക്കറിയാം മുഹാജിറുകൾ തങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ്, പക്ഷേ അവർക്കതിലൊരു പരാതിയുമില്ല. അതുപോലെ അവരെന്ത് ചെയ്യുന്നു? വയുസിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും എന്ത് ചെയ്യുന്നു? അതിനേക്കാൾ പ്രാധാന്യം ഈ കൂട്ടുകാർക്ക് നൽകുന്നു. വയൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരാണ് സ്വന്തം പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് അവരാണ് വിജയികൾ. നമുക്ക് ആ ആയത്ത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, സദഖ ഏറ്റവും നല്ലതാകുന്നത് എപ്പോഴാണ്? ഇഷ്ടമുള്ളതിന് കൊടുത്താലാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഇഷ്ടമുള്ളതിന് കൊടുക്കുക, അപ്പോഴാണ് പ്രതിഫലം കിട്ടി. ഇഷ്ടമില്ലാത്തത്, നമ്മൾ കണ്ണും തുറന്നെടുക്കാത്തത് നമ്മൾ ദാനം ചെയ്യരുത് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ണു തുറന്ന് നോക്കിയാൽ നീ അത് വാങ്ങൂല, ഇത്രയും വില കുറഞ്ഞത് ദാനം ചെയ്യരുത്. ഇഷ്ടമുള്ളതാണ് ദാനം ചെയ്യേണ്ടത്, പക്ഷേ അതിനും അപ്പുറത്താണ് എന്ത്? അതിനും അപ്പുറത്തുള്ള പദവിയാണ് ആവശ്യമുള്ളത് ദാനം ചെയ്യാന്നുള്ളത്. അവനവൻ്റെ ആവശ്യം അവിടെ ബാക്കി വെച്ചിട്ട് ദാനം ചെയ്യും. ഇത് ചെയ്തവനാണ് ആര്? അൻസാറുകൾ. ഇത് ചെയ്തവനാണ് അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരാൾ ഭക്ഷണവും ചോദിച്ച് വേറെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു. ആൾക്ക് താമസിക്കാൻ സ്ഥലമില്ല, ഭക്ഷണമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഭാര്യമാരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു, ഇദ്ദേഹത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും മറുപടി പറഞ്ഞു, ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളുടെ സ്ഥിതി ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹത്തെ ഇന്ന് രാത്രി ആരതിഥിയായി സ്വീകരിക്കും? റഹിമഹുല്ലാഹ്, സ്വീകരിച്ചവൻ അള്ളാഹു കരുണ ചൊരിയും. അൻസാറുകളിൽപ്പെട്ട ഒരു സഹാബി, അത് അബൂ തൽഹ അൽ അൻസാരി ആയിരുന്നു എന്ന് ചില റിവായത്തുകളിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ അദ്ദേഹം കൊണ്ടുപോയി. ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആകെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. അതിഥിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈഫാണ്. ഭാര്യ പറഞ്ഞു, എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്കുകയാണ്, എന്ത്? ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ അഭിനയിക്കുക, അത് കഴിയാത്തതുപോലെ. ഇപ്പോൾ കുട്ടികൾ കരയുന്നുണ്ട് ഭക്ഷണത്തിന്, അവരിത് തീരുന്നത് കാണാതെ അവസാനം കരഞ്ഞറിഞ്ഞ് ഉറങ്ങുക. അവർ ഉറങ്ങുന്നത് വരെ ഇതിങ്ങനെ ചെയ്യുക. എന്നിട്ട് വിളക്ക് എന്തോ കേട് വന്നത് നന്നാക്കുന്നത് പോലെ ചെയ്ത് അത് കെടുത്തി കളയുക. എന്തിനു വേണ്ടി? ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത് അവർ കഴിക്കുന്നത് പോലെ അഭിനയിക്കാൻ. കാരണം അവർ കഴിക്കാതെയാണ് തരുന്നതെന്ന് കണ്ടാൽ ഇദ്ദേഹത്തിന് പ്രയാസം ആയി പോകാതിരിക്കാൻ. ഇങ്ങനെ ഈ ഭാര്യയും ഭർത്താവും ചെയ്തു. രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജിബല്ലാഹു മിൻ ഫിആലികുമാ, നിങ്ങളുടെ രണ്ടുപേരുടെ പ്രവൃത്തിയിൽ അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അജബ് എന്നത് റബ്ബിൻ്റെ സിഫത്താണ്. അജബ് എന്തല്ല, പടപ്പുകളുടെ അജബ് പോലെയല്ല. പടപ്പുകളുടെ അജബ് അത് നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചാലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാത്തത് ഒന്നുമില്ലല്ലോ. മറിച്ച് അവൻ്റെ അജബ് എന്നാൽ പതിവില്ലാത്തത് അവൻ്റെ അടിമകളിൽ ഉണ്ടായാൽ ഉണ്ടാകുന്നതാണ് അവൻ്റെ സിഫത്ത് അജബ് എന്നത്. ചില റിവായത്തുകൾ ദഹിഖല്ലാഹു മിൻ ഫിആലികുമാ, നിങ്ങളുടെ പ്രവർത്തനം കണ്ട് അള്ളാഹു ചിരിച്ചിരിക്കുന്നു എന്ന് കാണാം. ഇതാണ് അൻസാറുകൾ. ചരിത്രത്തിൽ അവരെപ്പോലെ ഒരു കൂട്ടരെ കാണുക സാധ്യമല്ല. ഇസ്ലാമിൻ്റെ ഉഖൂവ, ഇസ്ലാമിൻ്റെ സാഹോദര്യം മനുഷ്യരെ ഏത് ഉന്നതിയിലെത്തിക്കും എന്ന് നമുക്ക് സഹാബത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഒരു മനുഷ്യരെ ഒരു ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, എവിടെയും. അവരെപ്പോലെ ഒരു കൂട്ടരില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇതാണ് അൻസാറുകൾ. ഞാൻ പറഞ്ഞത്, ഈ ആയത്തിൽ അള്ളാഹു അവരെ വിശേഷിപ്പിച്ചാണ് എന്ത്? ആവശ്യം ഉണ്ടായിട്ടും മറ്റുള്ളവരെ പരിഗണിക്കുമെന്നത്. തൊട്ടടുത്ത ആയത്ത് സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിൽ നമ്മൾ ഉൾപ്പെട്ടില്ല എങ്കിൽ നമ്മൾ നശിക്കും. ഈ രണ്ട് കൂട്ടർ, ആദ്യത്തെ രണ്ടായത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടില്ല. നമ്മൾ മുഹാജിറുകളാവില്ല, അൻസാറുകളും ആവുകയില്ല. പക്ഷെ മൂന്നാമത്തേത് നമ്മൾ ഉൾപ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ഒരാളോട് മുൻഗാമികളുടെ ഒരാൾ പറഞ്ഞു, ആദ്യത്തെ ആയത്ത് ഓതിയിട്ട് വെച്ചു, നീ ഇതിൽപ്പെട്ട ആളാണോ? മുഹാജിറുകളുടെ ഒരാളാണോ? അയാൾ പറഞ്ഞല്ല. രണ്ടാമത്തെ ആയത്ത് ഓതിയിട്ട് വെച്ചു, നീ ഇതിലൊരാളാണോ? അൻസാരിയാണോ? അല്ല. എങ്കിൽ നീ മൂന്നാമത്തേലും പെട്ടിട്ടില്ല. മൂന്നാമത്തെ ആയത്ത് എന്താ? വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അവർക്ക് ശേഷം വന്നവർ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഈമാനുമായി ഞങ്ങൾക്ക് മുൻപേ പോയ മുഅ്മിനുകൾക്കും പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ മനസ്സിൽ മുഅ്മിനുകളെക്കുറിച്ചൊരു പ്രയാസവും ഒരു വിദ്വേഷവും മനസ്സിലുണ്ടാക്കരുത്. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, അല്ലാഹുവേ നീ ഏറെ ദയവുള്ളവനാണ്, കരുണ ചൊരിയുന്നതാണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക.
സാധാരണ മുഅ്മിനീങ്ങളെ കുറിച്ച് പോലും മനസ്സിൽ പ്രയാസം ഉണ്ടാകരുത്. അപ്പോൾ പിന്നെ സഹാബത്തിനെ കുറിച്ച് ഒരുത്തൻ മനസ്സിൽ വിദ്വേഷവും മോശം ചിന്തയും വെച്ച് വളർത്തിയാലോ? ആ വഴികൾ എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പിൽക്കാലത്ത് സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ചിലരെ കുറിച്ച് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യബ്ന ഉഖ്തി ഉമിറു അൻ യസ്തഗ്ഫിറു ലി അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബ്ബുഹും. മുസ്ലിമിൻ്റെ സഹീഹിൽ കാണാം, മോനെ നബിയുടെ സഹാബത്തിനു വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താനാണ് അള്ളാഹുവരോട് കൽപ്പിച്ചത്, പക്ഷെ അവർ ചെയ്യുന്നത് ചീത്ത വിളിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ് ഇത്. നോക്കുക, നമ്മുടെ ഉമ്മയുടെ ഹിക്മത്തും അവരുടെ ഇൽമും ഒക്കെ അറിയിക്കുന്നൊരു വാക്കാണ് ഇത്. നമുക്ക് പലയിടത്തും കാണാം. ജനങ്ങൾ തിന്മകളിൽ അവരുടെ ഹൃദയം മൂടിയാൽ അവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ത്? നല്ല ആളുകളെ മോശക്കാരായി തോന്നും, മോശം ആളുകളെ നന്നായി തോന്നും. ഇപ്പോൾ ഈ ആളുകളെ നോക്കൂ, ജനങ്ങൾ തിന്മയിൽ മൂടി, വൃത്തികേടുകളിലും പലിശയിലും അതുപോലെ ഹറാമായ വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ ആളുകൾ മുങ്ങിയപ്പോൾ ജനങ്ങളുടെ ചിന്താഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളാണ് അഹ്ലുസുന്നത്തിൻ്റെ ഉലമ, തൗഹീദ് പഠിപ്പിക്കുന്ന, സുന്നത്തിന് വേണ്ടി നിലകൊള്ളുന്ന പണ്ഡിതന്മാർ. അവരൊക്കെ ഈ വൃത്തികെട്ട ആളുകളുടെ മനസ്സിലെന്താണ്? വളരെ മോശക്കാരാണ്. സുൽത്താൻ്റെ പണ്ഡിതന്മാർ, ഡോളറിൻ്റെ ഉലമ, ഇവരുടെ മനസ്സിൽ വീരന്മാരാരാ? ഇവർ ഹീറോകളായി കാണുന്ന ആരൊക്കെയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന റാഫിലികളെ, അവരുടെ എന്തെങ്കിലും പ്രകടനങ്ങളോ അഭിനയങ്ങളൊക്കെ കാണുമ്പോൾ അവരെക്കുറിച്ച് മനസ്സിൽ ബഹുമാനം. ആയിഷ റളിയല്ലാഹു അൻഹ വാക്കാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉമിറു യസ്തഗ്ഫിറു ലി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബ്ബുഹും. നബിയുടെ സഹാബത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹു അവരോട് കൽപ്പിച്ചു, അവരെ ചീത്ത വിളിക്കുന്നു. നല്ല ആളുകൾ ഉലമായിനെ, നീ ഒരു ആലിമായ നിനക്ക് പറ്റിയില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങി നിനക്ക് എന്ത് ചെയ്യാം? അവരെ സ്നേഹിക്കാലോ. അവരെക്കുറിച്ച് നീ മോശം ചിന്ത വെച്ച് വളർത്തുക, വൃത്തികേടുകൾ പറയുക, എന്നിട്ട് മനസ്സിൽ ഒരു വീരാരാധന ആരോടാണ് തോന്നുന്നത്? ഷിയകളോട്, റാഫിദുകളോട്, അവരുടെ നേതാക്കന്മാരോട്, അവരുടെ അഭിനയങ്ങളോട് ഒക്കെ ഭയങ്കര ഇസ്ലാമിന് വേണ്ടി ഈ രൂപത്തിൽ മാലപ്പടക്കങ്ങളൊക്കെ പൊട്ടിച്ചുവിടുന്ന ആളുകൾ, അവരാണ് ഏറ്റവും വലിയ ആളുകളെന്നാണ് വിചാരം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വാക്ക് എത്ര അർത്ഥവത്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആറാമത്തെ കാര്യം, സഹാബത്തിനെ വെറുക്കുന്നവരെ വെറുക്കുക, ദീനാണ്. സഹാബത്തിനെ സ്നേഹിക്കുക ദീനാണെന്നതുപോലെ സഹാബത്തിനെ വെറുക്കുന്നവരോട് വെറുപ്പ് വലിച്ചു വളർത്തുക, അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ബുഗ്ളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔസഖു ഖുറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിൻ്റെ ഏറ്റവും ബലവത്തായ കയറിൽപ്പെട്ടതാണെന്ത്? അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള വെറുപ്പും. കാരണം സഹാബത്തിന് ഒരുത്തൻ ചീത്ത വിളിച്ചാൽ യഥാർത്ഥത്തിൽ അവൻ ചീത്ത വിളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം ഇത്രയും മോശക്കാരാണോ ആ ആളുകളെയാണോ നബി കൂട്ടുകാരായി കൊണ്ടുവരുന്നത്? പോരാ, അവൻ അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ അതിനെക്കുറിച്ച് മോശം പറയുകയാണ്. കാരണം ഇത്രയും മോശക്കാരായ ആളുകളെയാണോ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്രയും അടുത്ത കൂട്ടുകാരായി നബിക്ക് നിശ്ചയിച്ചു കൊടുത്തത്? എങ്ങനെ ശരിയാകും ഇത്? കാരണം ഒരാളെ മനസ്സിലാക്കാനുള്ള വലിയ വഴിയാണ് അയാളുടെ കൂട്ടുകാരെ നോക്കുക എന്നുള്ളത്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, ഒരുത്തൻ്റെ ബിദഅത്ത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഉൽഫത്ത് മനസ്സിലാവും. ഒരാളുടെ ബിദഅത്ത് നമുക്ക് അത്ര വ്യക്തമല്ല എങ്കിൽ എന്ത് മനസ്സിലാവും? ഉൽഫത്ത്, കൂട്ടുകാരുമായിട്ടാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴും ബിദഅത്തിൻ്റെ ദലാലത്തിൻ്റെ കക്ഷികളുമായിട്ടാണ് പോക്കും വരവും ഇരുത്തവും നടത്തവും ചിരിയും കളിയൊക്കെ ആണെങ്കിൽ ആ ആളെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ലെങ്കിലും ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മുൻഗാമികൾ പറഞ്ഞ വളരെ മനോഹരമായ വാക്കാണ്, ഒരുത്തൻ ബിദഅത്ത് ബോധ്യമായില്ലെങ്കിൽ അവൻ്റെ ഉൽഫത്ത് നോക്കിയാൽ മതി, കൂട്ടുകെട്ട് നോക്കിയാൽ മനസ്സിലാവും. അറബിയിലൊരു കവിതയിലുള്ളതുപോലെ ഒരുത്തനെ കുറിച്ച് നീ ചോദിക്കണം, അവൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ചോദിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. ഏഴാമത്തെ കാര്യം, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇത് പ്രത്യേക ഒരു കാര്യമായി പഠിച്ചു വെക്കുക. സഹാബത്ത് മുഴുവൻ സ്വർഗത്തിലാണ് എന്നും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയവരാണ് അവർ എന്നും വിശ്വസിക്കുക. അതുപോലെ പ്രത്യേകം പേരെടുത്ത് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരെ കുറിച്ച് അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഈ 10 സഹാബിമാർ, അതുപോലെ ബിലാൽ, ഉക്കാശ ഇബ്നു മെഹ്സൻ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉക്കാശ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ 70,000 പേർ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉക്കാശ എഴുന്നേറ്റ് ചോദിച്ചു, എന്ത് നബിയെ, ഉദു അല്ലാഹ യജ്അൽനി മിൻഹും, എന്നെ അതിൽ ഉൾപ്പെടുത്താൻ അങ്ങ് ദുആ ചെയ്യുക, അൻത മിൻഹും, നീ അവരിൽപ്പെട്ടു. ആരാണത്? ഉക്കാശ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു അൻഹു. അതുപോലെ നേരത്തെ പറഞ്ഞ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഫാത്തിമ നബിയുടെ മകൾ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ സ്ത്രീകളുടെ
നേതാവാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുപോലെ ഹസനും ഹുസൈനും ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ള സഹാബിമാരെക്കുറിച്ച് പേരെടുത്ത് തന്നെ അവർ സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കുക. എട്ടാമത്തെ കാര്യം, സഹാബത്തിനിടയിൽ പിൽക്കാലത്ത് സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളിലും അവർക്കിടയിലുണ്ടായ പോരാട്ടങ്ങളിലും അതിൽ മുഴുകുകയോ അതിനെക്കുറിച്ച് അനാവശ്യമായി ചർച്ച ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നത്. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സുബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇദാ ദുകിറ അസ്ഹാബി ഫഅംസികൂ, എൻ്റെ സഹാബത്തിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടാൽ ഫഅംസികൂ, നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നിർത്തിക്കൊള്ളുക. അഥവാ അവരെക്കുറിച്ച് മോശം എവിടെയെങ്കിലും പറയാൻ തുടങ്ങിയാൽ നിർത്തിക്കൊള്ളുക. കാരണം ചരിത്രത്തിൽ ധാരാളക്കണക്കിന് കളവുകൾ സഹാബത്തിനിടയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങൾ, പിൽക്കാലത്ത് അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ അതിൽ രണ്ടു കൂട്ടരും അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്നവരാണ്. കാരണം രണ്ടു കൂട്ടരും മുജ്തഹിദുകളാണ്. അവർ ശരിയാണെന്ന് മനസ്സിലാക്കിയ കാര്യത്തിന് വേണ്ടിയാണ് അവർ നിലകൊണ്ടത്. ഒരു കൂട്ടർക്ക് രണ്ട് പ്രതിഫലം, മറ്റൊരു കൂട്ടർക്ക് ഒരു പ്രതിഫലം. ഇങ്ങനെ മാത്രമാണ് സഹാബത്തിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ്, നേരത്തെ പറഞ്ഞ താബിഈ, അദ്ദേഹത്തോട് സഹാബത്തിനിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്. എന്താണത്? തിൽക ദിമാഉൻ തഹറല്ലാഹു യദയ്യ മിൻഹ, അള്ളാഹു എൻ്റെ കൈ അതിൽ കലർത്താതെ അള്ളാഹു ശുദ്ധമാക്കി നിലനിർത്തിയിരിക്കുന്നു. അഥവാ എൻ്റെ കൈ അതിൽ പതിഞ്ഞിട്ടില്ല. ഫലാ ഉഹിബ്ബു അൻ അഖ്ദിബ ലിസാനി ഫിഹ, എൻ്റെ നാവിനെ അതിൽ ആ രക്തത്തിൽ പുരട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നിട്ടില്ല. ഇനി പറഞ്ഞിട്ട് ഞാൻ അവരുടെ നാവ്, എൻ്റെ നാവിൽ അവരുടെ രക്തം പുരളാൻ ഞാൻ സമ്മതിക്കില്ല. നോക്കൂ, പിൽക്കാലത്ത് ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരെ അവരെ ശിക്ഷിക്കുന്നതിൻ്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. അതിൽ കൂടുതൽ ശരി ആര് പറഞ്ഞ കാര്യമാണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. അത് സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് വന്നിട്ടുണ്ട്. തംറുഖു മാരിഖത്തുൻ ഇൻദ ഫുർഖത്തിൻ മിനൽ മുസ്ലിമീൻ യഖ്തുലുഹാ ഔല ത്വായിഫതൈൻ ബിൽ ഹഖ്. ഖവാരിജുകൾ പുറപ്പെടുമെന്നും അവരോട് ഈ രണ്ട് കക്ഷികളിൽ ശരിയോട് ഏറ്റവും അടുത്ത കക്ഷി യുദ്ധം ചെയ്യുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖവാരിജുകൾ പിൽക്കാലത്ത് വന്നപ്പോൾ അതൊരു പിഴച്ച വിഭാഗമാണ്, അവരെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അവരോട് യുദ്ധം ചെയ്തത് ആരുടെ കക്ഷിയാണ്? അലി റളിയല്ലാഹു അൻഹു അലിയുടെ കൂട്ടുകാരുമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു കൂട്ടുകാരുമല്ല. അപ്പോൾ രണ്ടിൽ കൂടുതൽ ശരിയുള്ള കക്ഷി അവരോട് യുദ്ധം ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് ശരി. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു കൂടെയുണ്ടായിരുന്ന സഹാബത്തും അവർ ഇജ്തിഹാദിലൂടെ ശരിയാണെന്ന് മനസ്സിലാക്കിയ നിലപാടിന് വേണ്ടിയാണ് നിലകൊണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഇജ്തഹദ അൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ. ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ദീനിൽ ഗവേഷണത്തിന് കഴിവുള്ള ഒരു പണ്ഡിതൻ ഇജ്തിഹാദ് നടത്തി ഗവേഷണം നടത്തുകയും എന്നിട്ട് ശരിയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്താൽ അയാൾക്ക് രണ്ട് പ്രതിഫലം. തെറ്റിപ്പോയാലോ ഇത് അഖ്തഅ ഫലഹു അജ്റു വാഹിദ്, ഒരു പ്രതിഫലം. അപ്പോൾ സഹാബത്തിൽ ഏത് സഹാബിയാകട്ടെ അവരുടെ സ്ഥാനം എന്താണ്? ബൈനൽ അജ്രി വൽ അജ്റൈൻ. അത് ഒരു പ്രതിഫലം അല്ലെങ്കിൽ രണ്ട് പ്രതിഫലം. അല്ലാതെ അവരെക്കുറിച്ച് മോശം വിചാരിക്കാനോ പറയാനോ ആ കഥകളിലേക്ക് അധികം ഊളിയിട്ടിറങ്ങാനോ പാടില്ല. കാരണം ആ കഥകളിൽ പലതും പൊടിപ്പും തൊങ്ങലും വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് അതാണ് നമുക്ക് 9ാമത്തെ കാര്യമായി പഠിക്കാനുള്ളത്. 9ാമത്തെ കാര്യം, സഹാബത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് തിന്മകളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും അതേക്കുറിച്ച് കണ്ണടക്കുകയും ചെയ്യുക എന്നതാണ്. സഹാബത്തിൻ്റെ തെറ്റുകളെയും തിന്മകളെയും കുറിച്ച് മിണ്ടാതിരിക്കുകയും കണ്ണടക്കുകയും ചെയ്യുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? ഒരുപാട് കഥകൾ, കള്ളക്കഥകൾ സഹാബത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടും. മലയാളത്തിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്നറിയോ? IPH പ്രസിദ്ധീകരിച്ച എത്രയോ പുസ്തകങ്ങളിൽ കുറേ പുസ്തകങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ആളുകളാണല്ലോ. ഒരുപാട് കള്ളക്കഥകൾ സഹാബത്തിനെ കുറിച്ച് നമുക്കതിൽ കാണാം. ഒരു സനദുമില്ലാത്ത കഥകൾ, പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു. കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മുആവിയ ബാബാണ്, വാതിലാണ്. ആ വാതിൽ തകർത്താൽ പിന്നെ സൗകര്യമായി. മുആവിയ റളിയല്ലാഹു അൻഹു ചീത്ത പറയാന്നുള്ളത് അവർക്ക് എത്രയോ നിസ്സാരമാണ്. ഓരോരുത്തൻ്റെ വർത്തമാനം കേട്ടാൽ അവൻ്റെ കൂടെ കളിച്ച് നടക്കുന്ന ആളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തോന്നിപ്പോകും. ഇതാരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സഹോദരനാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പെങ്ങൾ ഉമ്മു ഹബീബ നബിയുടെ ഭാര്യയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളിയനാണ്. അതുപോലെ നോക്കൂ, വഹി എഴുതി വെച്ചിരുന്ന സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതാൻ നബി ഏൽപ്പിച്ച സഹാബിമാരിൽ ഒരാളാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. ഉമറിൻ്റെ കാലത്ത് ഷാമിലെ ഗവർണറാണ്. ആരാണ് ഉമർ? എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ അപ്പാളെ പിൻവലിക്കും. എത്ര വലിയ ആളാകട്ടെ, തക്കതായ നടപടിയെടുക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഷാമിലെ ഗവർണറാണ്. മനസ്സിലായില്ലേ? ആ ഷാമുകാർ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങേയറ്റം കൂറ് പുലർത്തിയിരുന്നു. അങ്ങേയറ്റം സഹനശീലനായ സഹാബിയായിരുന്നു. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു മുഴുവൻ ഭരണവും, ആളുകൾ രണ്ട് കക്ഷികളായിരുന്ന സമയത്ത് ഭരണം മുഴുവൻ മുആവിയ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. തൻ്റെ അധികാരം വിട്ടൊഴിഞ്ഞു. ഹിജറ 40-ാമത്തെ വർഷം. അതുകൊണ്ട് ആ വർഷം ആമുൽ ജമാഅ എന്നാണ് അറിയപ്പെടുന്നത്, ഐക്യത്തിൻ്റെ വർഷം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹസനെ കുറിച്ച് പോലും ഇതിൻ്റെ പേരിൽ മോശം പറയുന്നത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസൻ റളിയല്ലാഹു അൻഹു എന്താണോ, ഭീരുവാണോ? അധികാരം പേടിച്ചിട്ട് വിട്ടുകൊടുക്കാൻ അല്ല, മറിച്ച് അതാണ് ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവചിച്ചിട്ടുണ്ട്. ഹസൻ ചെറിയ കുട്ടിയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെ ചൂണ്ടി പറഞ്ഞു, ഇന്നബ്നി ഹാദാ സയ്യിദ്, എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ്. വസയുസ്ലിഹുല്ലാഹു ബിഹി ബൈന ഫിഅതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, എൻ്റെ ഈ മകനെ കൊണ്ട് അള്ളാഹു മുസ്ലിമീങ്ങളിലെ രണ്ട് വലിയ കക്ഷികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കും, യോജിപ്പുണ്ടാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, രണ്ട് കക്ഷികളെ നബി വിളിച്ചെന്താ? മുസ്ലിമീങ്ങളുടെ കക്ഷി എന്നാണ്. ഹസൻ വലുതാകും, എന്നിട്ട് ഇത്രയും വലിയ കാര്യം ചെയ്യും എന്ന് ആ പ്രവചനത്തിലുണ്ട്. ഹസൻ കുട്ടിയായിരിക്കും, മരിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഹസൻ റളിയല്ലാഹു അൻഹു വലിയ പ്രായം വരെ ജീവിച്ചു. ഹിജറ 40-ാമത്തെ വർഷം ഭരണം തൻ്റെ കീഴിലുള്ളതുകൂടി ആരെ ഏൽപ്പിച്ചു? മുആവിയ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. 19 വർഷക്കാലം മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തെ നയിച്ചു. ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായി ഏറ്റവും നല്ല രൂപത്തിൽ. അങ്ങേറ്റത്തെ സഹനമുണ്ടായിരുന്ന സഹാബിയായിരുന്നു. മുആവിയയുടെ സഹനം എന്ന പേരിൽ ഇബ്നു അബി ദുനിയ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്, ഹിൽമു മുആവിയ. മുആവിയയുടെ ഹിൽം, അങ്ങേറ്റത്തെ സബർ ഉണ്ടായിരുന്ന സഹാബിയായിരുന്നു എന്നാണ്. മുഖത്ത് നോക്കി ആളുകൾ വന്ന് വിമർശിക്കും, എന്തൊക്കെയോ കുറ്റപ്പെടുത്തും, അതിന് അതുപോലെ പ്രതികരിക്കില്ല. ഭരണാധികാരിയാണ്, പക്ഷേ ക്ഷമിക്കും, വിട്ടുകൊടുക്കും. അങ്ങേയറ്റത്തെ ഏറ്റവും നല്ല നയതന്ത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയ സഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി ഇതൊന്നുമില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബാണ് മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ നോക്കൂ, കള്ളക്കഥകൾ മുആവിയയെക്കുറിച്ച്, അതുപോലെ അംർ ഇബ്നുൽ ആസിനെ കുറിച്ച് ഒരുപാട് കഥകൾ ഉണ്ട്. മലയാളത്തിൽ എഴുതിയ സഹാബിമാരുടെ ചരിത്രം, 100 സഹാബി, 50 സഹാബിയുടെ ചരിത്രം, 150 സഹാബിയുടെ ചരിത്രം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ പല പുസ്തകങ്ങളുണ്ട്. വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പലതിലും കള്ളക്കഥകളുണ്ട്, പലതിലും. ആരെഴുതിയതാകട്ടെ, ഏത് സംഘടനക്കാർ ഇറക്കിയതാകട്ടെ, വളരെ ശ്രദ്ധിക്കണം. നോക്കൂ, ആ കഥകൾ ഒന്ന് അത് സനത് ശരിയല്ലാത്തായിരിക്കും, അതാണ് ബഹുഭൂരിപക്ഷവും. അങ്ങനെയുള്ള കഥകൾ കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് സനത് ശരിയല്ലാത്തായിരിക്കും, രണ്ടാമത് ഇനി സനത് ശരിയാണെന്ന് വെക്കുക. സനത് ശരിയാണെന്ന്, പക്ഷേ അത് ചിത്രീകരിച്ച രൂപം ചിലപ്പോൾ മോശമായിട്ടായിരിക്കും. യഥാർത്ഥത്തിൽ അത് മോശമായിരിക്കുമല്ലോ. ഒരു ഒരേ സംഭവമാണെങ്കിൽ രണ്ട് രൂപത്തിൽ പറയാമല്ലോ. അങ്ങനെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടതാണ് പല കഥകളും. സനത് ശരിയായിരിക്കും, പക്ഷേ അത് ചിത്രീകരിച്ച രൂപം ശരിയല്ല. ഇനി മൂന്നാമത് നോക്കൂ, സനത് ശരിയാണ്, ചിത്രീകരിച്ച രൂപവും ശരിയാണ് എന്നിരിക്കെ സഹാബിയിൽ നമ്മളൊരു തെറ്റ് കണ്ടാൽ മൂന്നാമത്തെ സാധ്യത എന്താണ്? അദ്ദേഹം അത് ചിലപ്പോൾ ഖതയിൽ ചെയ്തു പോയതായിരിക്കും, അബദ്ധത്തിൽ ചെയ്തു പോയതായിരിക്കും. അതല്ല എങ്കിൽ നോക്കൂ, നിങ്ങൾ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തായിരിക്കും. അത് ശരിയാണെന്ന് അദ്ദേഹത്തിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു, അങ്ങനെ ചെയ്തായിരിക്കും. ഇനി നാലാമത്തെ സാധ്യത എന്താണ്? ഈ മൂന്ന് സാധ്യതകളൊന്നുമില്ല, മറിച്ചൊരു തിന്മ, ഒരു പാപം ഒരു സഹാബിയിൽ സംഭവിച്ചു എന്ന് തെളിഞ്ഞു എന്ന് വെക്കുക. നമ്മൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് എന്താണ്? നിങ്ങൾ പറയൂ, അള്ളാഹുവിൻ്റെ നബിമാരാണ് ഇസ്മത്തുള്ളവർ, പാപസുരക്ഷിതർ. അതല്ലാതെ ഒരാൾക്കും എന്തില്ല, ഇസ്മത്തില്ല. സഹാബത്തിന് ഈ ശ്രേഷ്ഠത ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് വിശ്വസിക്കില്ല അവരെക്കുറിച്ച്? അവരൊരു തെറ്റും പറ്റാത്തവരാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, തെറ്റ് സംഭവിക്കാം. പക്ഷേ സുബ്ഹാനല്ലാഹ്, അവർക്ക് തെറ്റ് സംഭവിച്ചു എന്ന് വെക്കുക. എങ്കിൽ നോക്കൂ, 5 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. 5 കാര്യങ്ങൾ അതിനു മുന്നിലുണ്ട്. ഒന്ന്, ശ്രമിക്കുക, ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുന്നത് 9ാമത്തേതാണ്. അതായത് ഒന്ന്, അവർ
അതിൽ നിന്ന് തൗബ ചെയ്തിരിക്കാം. അത്തായിബു മിന ദംബി കമല്ലാ ദംബല. ഒരാൾ ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്താൽ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. രണ്ടാമത്തേത്, അവരുടെ വലിയ നന്മകൾ കാരണത്താൽ അള്ളാഹു അവരുടെ തിന്മകൾ പുറത്തു വിടും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്, നന്മകൾ തിന്മകളെ നീക്കും. മൂന്നാമത്തേത്, അവർ ഇസ്ലാമിലേക്ക് നേരത്തെ കടന്നു വന്നതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്തതുകൊണ്ട്, അത് കാരണത്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹാത്തിബ് ഇബ്ൻ അബി ബൽതഅയുടെ കഥ? ഹാത്തിബ് ഇബ്ൻ അബി ബൽതഅ റളിയല്ലാഹു അൻഹു എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് സൈന്യവുമായി പോകുന്നതിനെക്കുറിച്ച് മക്കക്കാർക്ക് കത്തെഴുതി. യാ സുബ്ഹാനല്ലാഹ്, ഇത്ര ഗൗരവമാണ് കാര്യം. എന്നിട്ടൊരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തയച്ചു. നബി അലിയെയും വേറൊരാളെയും പറഞ്ഞയച്ച കത്ത്, ഇന്നൊരു സ്ത്രീയുടെ കയ്യിൽ ഇന്നൊരു കത്തുണ്ട്, പോയി വാങ്ങിയിട്ട് വാ. അള്ളാഹിൻ്റെ വഹി പ്രകാരം പറഞ്ഞയച്ചാണ്. അലിയും ഈ സഹാബിയും പോയി ആ പെണ്ണിനെ തടഞ്ഞു നിർത്തി ഒരു കത്തിങ്ങെടുക്കുന്നവർ. ഇപ്പോൾ ഏത് കത്തുന്നില്ല. അലി റളിയല്ലാഹു ഒക്കെ പരിശോധിച്ചു, കെട്ടുകളൊക്കെ പരിശോധിച്ചു, അപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, കത്ത് തന്നോ, ഇനി ഉള്ളത് കിട്ടിയില്ല എങ്കിൽ വസ്ത്രം വരുന്ന പരിശോധിക്കുന്നവർ പേടിപ്പിക്കാൻ. അപ്പോൾ സ്ത്രീ വേഗം മുടിക്കെട്ട് എടുത്തിട്ട് കൊടുത്തു കത്ത്. ഹാത്തിബിൻ്റെ കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് ചോദിച്ചു, മാ ഹാദാ യാ ഹാത്തിബ്, എന്താണിത് ഹാത്തിബെ? ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എൻ്റെ കാര്യത്തിൽ തിരക്കൂട്ടരുത്, ഞാൻ കുഫർ കൊണ്ടോ നിഫാഖ് കൊണ്ടോ ഒന്നും ചെയ്തു പോയല്ല. അഥവാ മക്കയിലെത്തി നമ്മൾ പരാജയപ്പെട്ടു, നബിയെ ബാക്കി നിങ്ങളുടെ സഹാബിമാർക്കെല്ലാം മക്കയിൽ കുടുംബക്കാരും മറ്റൊക്കെ ഉണ്ട്, എനിക്കാരുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സഹായം ഞാൻ അവർക്ക് ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരെന്നെ എൻ്റെ കാര്യങ്ങൾ സംരക്ഷിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ദഅനി അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിൻ്റെ കഴുത്ത് ഞാൻ വെട്ടട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറയുകയാണ്, മാ അദ്റാക യാ ഉമർ ലഅല്ല ഇന്നഹു ഖദ് ഷഹിദ ബദ്റൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ്. ലഅല്ല അല്ലാഹ് ഖദ് ഇത്തലഅ അലാ അഹ്ലി ബദ്രിൻ ثم قال لهم اعملوا ما شئتم قد غفرت لكم. അള്ളാഹു ബദരീങ്ങളെ, ബദറിൽ പങ്കെടുത്തവരെ നോക്കി പറഞ്ഞിട്ടുണ്ട്, എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ നേരത്തെ ചെയ്ത അമലിൻ്റെ പേരിൽ ഇത്രയും ഗൗരവപ്പെട്ട കാര്യം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനെക്കുറിച്ച് സൂറത്തുൽ മുംതഹിനിൽ ആദ്യത്തെ ആയത്തുകൾ എടുത്തു നോക്കി, ഈ സംഭവത്തെക്കുറിച്ചാണ് ഇറങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. സൂറത്തുൽ മുംതഹിനിലെ ആദ്യത്തെ ആയത്തുകൾ നിങ്ങൾ വായിച്ചു നോക്കൂ, ഈ സംഭവത്തെക്കുറിച്ചാണ്. ഹാത്തിബിന് ഈ നന്മയുടെ പേരിൽ ഈ തിന്മ വരെ അള്ളാഹു പുറത്തു കൊടുക്കുമെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ കഥ എന്തായിരിക്കും? പിന്നെ നോക്കുക, നാലാമത്തേത്, അവർക്ക് തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. നബി ഉമ്മത്തിന് നബിയുടെ ശുപാർശ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ശുപാർശ ആദ്യം കിട്ടുക സംശയമില്ല ആർക്കായിരിക്കും? നബിയുടെ കൂട്ടുകാർക്കായിരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്. ഇനി അഞ്ചാമത്, അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു അവരുടെ തിന്മകൾ പുറത്തെടുത്തേക്ക്. ഇതൊക്കെ എന്താണ്? തിന്മയാണെന്ന് സ്ഥിരപ്പെട്ടാലാണ്. അത് സഹോദരങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. അവരേറ്റവും നല്ല ആളുകളാണ്, അവരേറ്റവും നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാണ്. ഇത് ഞാൻ പറഞ്ഞ നേരത്തെ കഴിഞ്ഞ സാധ്യതകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു തിന്മ സ്ഥിരപ്പെട്ടാലുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇത് ബലഗൽ മാ ഖുല്ലതൈൻ ലം യഹ്മിൽ അൽ ഖബത്ത്, വെള്ളം 2 കുല്ലത്തായാലും അതിലെന്ത് താങ്ങൂല, അതിൽ നജസ്സൊരു സ്വാധീനവും ചെലുത്തുകയില്ല എന്നത് പറഞ്ഞ നന്മകളുടെ ബഹറുകളാണവർ. അതിൽ ഈ പറയുന്ന എന്തെങ്കിലും പൊടിപടലങ്ങൾ യാതൊരു സ്വാധീനവും ചെലുത്തുകയില്ല. 10ാമത്തെ കാര്യം ഇതാണ്, അവസാനത്തത്. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണത്? സഹാബത്തിന് പിൻപറ്റുക, അവരുടെ മാർഗം സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കർ വ ഉമർ, എനിക്ക് ശേഷം നിങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും പിൻപറ്റുക. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ കാവലാണ്. നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന് താക്കീത് നൽകപ്പെട്ട നാശം വരും. ഞാൻ ഈ ഉമ്മത്തിനുള്ള അമനത്താണ്, ഞാൻ പോയാൽ ഈ ഉമ്മത്തിന് താക്കീത് നൽകപ്പെട്ട അപകടങ്ങൾ വരും. വഅസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എൻ്റെ സഹാബത്ത് എൻ്റെ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ്. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ സഹാബത്ത് പോയാൽ എൻ്റെ ഉമ്മത്തിന് അവർക്ക് താക്കീത് നൽകപ്പെട്ടത് വന്നു ചേരും. അതുപോലെ നമ്മളൊക്കെ ധാരാളം തവണ കേട്ട ഹദീസില്ലേ, فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. നിങ്ങൾ സഹാബത്തിൻ്റെ മാർഗം, എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, അണപ്പിലുകൊണ്ട് കടിച്ചു പിടിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്,
ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ ഈ മരണപ്പെട്ടുപോയ സഹാബത്തിനെ പിൻപറ്റട്ടെ. ഉലായിക അസ്ഹാബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാണ് മുഹമ്മദ് നബിയുടെ സഹാബത്ത്. കാനു ഖൈറ ഹാദിഹിൽ ഉമ്മ, അവർ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അബർറഹ ഖുലൂബ, ഏറ്റവും പുണ്യം നിറഞ്ഞ ഹൃദയങ്ങൾക്കുടമകളാണ്. വ അഅമഖഹ ഇൽമൻ, ഏറ്റവും ആഴമേറിയ വിജ്ഞാനമുള്ളവരാണ്. വ അഖല്ലഹ തകല്ലുഫൻ, തീരെ നാട്യമില്ലാത്തവരാണ്, അഭിനയം അറിയാത്തവരാണ്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അതുകൊണ്ട് അവരെ പിൻപറ്റുക. അവരേറ്റവും നേരായ വഴിയിലാണ്. അവർ മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കുക, അവർ മനസ്സിലാക്കിയതുപോലെ സുന്നത്ത് മനസ്സിലാക്കുക. അവരുടെ മൻഹജ്, അതിനാണ് മൻഹജു സലഫ് എന്ന് പറയുക. അത് സഹാബത്തിൻ്റെ മൻഹജാണ്. അവരുടെ വഴിയിൽ മുന്നോട്ട്. ഈ 10 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അഹ്ലുസുന്നത്തിൻ്റെ സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്, അതിൻ്റെ ഒരു ആകത്തുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഫഖനില്ലാഹു വയ്യാക്കും. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجمعنا في جنتك مع نبيك محمد صلى الله عليه وسلم وأصحابه الطيبين الطاهرين والصديقين والشهداء والصالحين صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.